ഓക്കെ ഓക്കെ ഗുഡ് ഈവനിങ്. ഇതിൽ പോയപ്പോൾ ഒന്നുകൂടെ പറയാം. ഓക്കെ ഓക്കെ ഗുഡ് ഈവനിങ് എവരിവൺ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ആദ്യം എൻ്റെ പേര് നജാഫ് എന്നാണ്. അപക്സ് റവല്യൂഷനിലേക്ക് അല്ലെങ്കിൽ GRDയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് സംസാരിക്കുന്നത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഇരുന്നിട്ടാണ്. നാട്ടിലായിരുന്നു 2 ദിവസം മുമ്പ്. ഇപ്പോൾ തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് നാട്ടിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. ഇനി ആരെങ്കിലുമൊക്കെ വരാനുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് അപക്സ് ടോക്കൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും ഏകദേശം ഞാൻ വിചാരിക്കുന്നു 87 പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയും അതിൽ കൂടുതൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ടും എല്ലാവരും തന്നെ നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തവരായിരിക്കാം. ഞാൻ ഏകദേശം ഈ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഏകദേശം 5 മാസത്തോളമായി. കുഴപ്പമില്ലാതെ നല്ലപോലെ ഏൺ ചെയ്യുന്നുണ്ട്. നല്ലൊരു ടീമിനെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. നല്ലൊരു ടീം എനിക്ക് എൻ്റെ കൂടെ തന്നെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു GRD എന്ന് പറയുന്ന ഗ്ലോബൽ റിച്ച്നസ് ഡെവലപ്പ് എന്ന് ഷോർട്ട് നെയിമിൽ റീച്ച് ചെയ്തിട്ടുള്ള ഒരു GRD, ഒരു ഫാമിലി ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും കൂടെ നിന്ന് നല്ല വർക്കായിട്ട് അല്ലെങ്കിൽ നല്ല ടീം ഡെവലപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പാണ്. നമ്മൾ എന്നും തന്നെ എല്ലാ ദിവസവും, അധികവും എല്ലാ ദിവസവും ഞങ്ങൾ ഈ 9 മണി വേളയിൽ, ഈ 9 മണിക്ക് സമയത്ത് നമ്മളെല്ലാവരും ഒത്തുകൂടാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ബിസിനസ് ടോക്ക് അല്ലെങ്കിൽ ഡിസ്കഷൻ എന്ന രീതിയിൽ നമ്മൾ സൂമിൽ ഒത്തുകൂടാറുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുകയാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്മളെല്ലാവരും ഈ 1.5 വർഷത്തോളമായി നമ്മുടെ അപക്സ് ടോക്കണുമായി കണക്റ്റഡ് ആയിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി ഈ കമ്പനി വന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ടും ബിസിനസ് നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ക്രിപ്റ്റോ കറൻസി മേഖലയിൽ ക്രിപ്റ്റോ ടോക്കണായിട്ട് ഇപ്പോൾ 3 ബ്ലോക്ക് ചെയിനിലൂടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഏണിങ്സ്, സ്റ്റേക്കിംഗ് റിവാർഡ്സിലൂടെ എല്ലാവർക്കും ഈ ബിസിനസ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തികൾക്കും നല്ല പോലെ ഏണിങ്സ് എടുക്കാനും അവരുടെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിന്ന് അവർക്കൊക്കെ ഒരു മോചനം ലഭിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ള ഒരു കമ്പനിയാണ് അപക്സ് ടോക്കൺ. ഈ കമ്പനിയുടെ പ്ലാനുമായി ഞാൻ ഇന്ന് കൂടുതലായിട്ടൊന്നും വിവരിക്കുന്നില്ല. കാരണം നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമുക്കറിയേണ്ടത് നമ്മുടെ വിഡ്രോവൽ സിസ്റ്റം. നമ്മളെല്ലാവരും ഇതിൽ വന്നിട്ടുള്ള ഏകദേശം എല്ലാവരും നമ്മുടെ അപക്സ് ടോക്കണിൽ അസോസിയേറ്റ് ചെയ്ത് വരുമാനം വാങ്ങുന്നവരായിരിക്കും എന്നുള്ള ധാരണ എനിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്, ഇന്നലെ നമ്മൾ കമ്പനിയുടെ മീറ്റിംഗ് കണ്ടിരുന്നു അല്ലേ? നമ്മളെല്ലാവരും കമ്പനിയുടെ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. 1000 പേരോളം കമ്പനിയുടെ മീറ്റിങ്ങിലും കഴിയാത്തവർക്ക് യൂട്യൂബ് ലിങ്കുമായിട്ടൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞു. നമ്മുടെ CEO സാറ് അബ്ജിത് മാണി സാറ് കമ്പനിയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നു. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഇൻസ്ട്രക്ഷൻ തന്നിരുന്നു. വരും കാലങ്ങളിലേക്കുള്ള കാര്യങ്ങൾ, നമ്മുടെ വിഡ്രോവലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിയാത്തവരായ ഒരുപാട് പേരുണ്ടാവും. എന്താണ് ട്രസ്റ്റ് വാലറ്റ്? എങ്ങനെ നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്ക് നമ്മുടെ ക്രിപ്റ്റോ കറൻസിയെ ട്രാൻസ്ഫർ ചെയ്യാം? എന്തിനാണ് ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിക്കുന്നത്? ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. കാരണം അറിയാത്തവർ ഒരുപാട് സാധാരണക്കാർ ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ബിസിനസ് ക്രിപ്റ്റോ കറൻസി മേഖലയിൽ ബിസിനസ് ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മളെപ്പോലെയുള്ള ഒരുപാട് സാധാരണക്കാർ, അല്ലെങ്കിൽ നമ്മുടെയുള്ള നാട്ടിൻപുറത്തുകാരായിട്ടുള്ള സാധാരണക്കാർ കുറച്ച് കാശ് കയ്യിലുണ്ടെങ്കിൽ ആ കാശ് ഇപ്പോൾ ഒരു ലീഡർ വന്നിട്ട് കാര്യങ്ങൾ പറയുകയാണ്, ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പം ആ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്ത് എനിക്ക് മാസം ഇത്ര വരുമാനം കിട്ടും സ്റ്റേക്കിംഗ് റിവാർഡ്സിലൂടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള എമൗണ്ട് ഇതിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രത്തോളം വരുമാനം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വന്നവർ ഒരുപാട് പേരുണ്ട്. അവർക്ക് ക്രിപ്റ്റോ കറൻസിയെ കൂടുതൽ അറിയാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് എന്താ എന്ന് അറിയാത്തവരായിരിക്കാം. അങ്ങനെ പലരും ഈ മേഖലയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ റീച്ച് 99-ൽ നിന്ന് 100-ൽ നിന്ന് പോയി തോന്നുന്നു. 500 ആണ്. ചില സമയങ്ങളിൽ അത് ഡൗൺ ആവാറുണ്ട്. ഇന്നും അത് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിപ്റ്റോ കറൻസി സൂക്ഷിക്കാനുള്ള ഒരു വാലറ്റാണ് നമ്മുടെ ട്രസ്റ്റ് വാലറ്റ്. അതേപോലെ തന്നെ മെറ്റാമാസ്ക് ഉണ്ട്. അതുപോലെ പല വാലറ്റുകളും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ കമ്പനി നമുക്ക് സ്മാർട്ട് കോൺട്രാക്റ്റിങ്ങിലൂടെ അല്ലെങ്കിൽ അപെക്സ് ടോക്കൺ നമുക്ക് സ്മാർട്ട് കോൺട്രാക്റ്റിങ്ങിലൂടെ ഫേസ് 2 പ്രോജക്റ്റ് ചെയ്യുന്നതും ട്രസ്റ്റ് വാലറ്റിലോട്ടാണ്. ട്രസ്റ്റ് വാലറ്റ് സ്വതവേ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം വിഡ്രോവൽ എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാവുന്ന ഒരു വാലറ്റാണ് ട്രസ്റ്റ് വാലറ്റ്. അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രീതിയുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ട്രസ്റ്റ് വാലറ്റ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. നമ്മുടെ അതിൻ്റെ വിഡ്രോവലിൻ്റെ ഒരു സിസ്റ്റം ഞാനൊന്ന് ആദ്യം പ്രതിപാദിച്ചതിന് ശേഷം നമുക്കതിലേക്ക് പോകാം. നമ്മളെല്ലാവരും 1.5 വർഷത്തോളമായിട്ട് ഈ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്ത എല്ലാവരും 1.5 വർഷത്തോളമായിട്ട്, അതായത് 1.5 വർഷത്തോളമായി നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വരുമാനം നമ്മൾ INR-യിലൂടെ, നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലൂടെ വരുമാനം എടുക്കുന്നവരാണ്. എല്ലാവർക്കും അറിയാം. കാരണം USDT-യിൽ എടുക്കുന്നവരുണ്ടായിരിക്കാം, INR-ൽ എടുക്കുന്നവരുണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ കമ്പനിയുടെ പോസിറ്റീവ് എന്ന് പറയുന്നതും പ്ലസ് പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും INR-ൻ്റെതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മൾ ഏതൊരു ക്രിപ്റ്റോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും നമുക്ക് നമുക്ക് INR-ൽ നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ നമുക്ക് വരുമാനം കിട്ടുക എന്നുള്ളത് വളരെയധികം ഒരു എന്താ പറയുക, നമുക്ക് ഉപകാരപ്രദമായ കാര്യമാണ്. കാരണം നമ്മൾ USDT-യിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ USDT നമ്മൾ സെല്ല് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റേതായ പരിമിതികൾ ഉണ്ടായിരിക്കും. നമ്മൾ USDT നമ്മുടെ കയ്യിലുണ്ടായിരിക്കും ഒരു അസറ്റായിട്ട്. അത് ആവശ്യം വരുമ്പം USDT കൊടുക്കാനുള്ള ആളുകൾ അല്ലെങ്കിൽ സെല്ല് ചെയ്യാനുള്ള ആളുകളെ കണ്ടെത്തി നമ്മൾ കൊടുക്കേണ്ട ഒരു ആവശ്യകത ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സാധാരണക്കാരെ നമുക്ക് എല്ലാവർക്കും ഒരു INR-ൽ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നത് കൊണ്ടാണ്. അത് തികച്ചും വളരെ യാഥാർത്ഥ്യം തന്നെ ആയിരുന്നു. കാരണം നമുക്ക് 1.5 വർഷത്തോളമായിട്ട് ഒരു കുഴപ്പമില്ലാതെ വളരെ ഉഷാറായിട്ട് നമുക്ക് പ്രോഫിറ്റ് തന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ ഇടക്കാലത്ത് വെച്ചിട്ട് നമ്മുടെ കമ്പനി വളരെ ലീഗലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മുടെ കമ്പനി സ്റ്റെബിലിറ്റി ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കമ്പനിയുടെ ഓൺ എക്സ്ചേഞ്ച് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്തത്. കാരണം ഒരു ക്രിപ്റ്റോ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, എക്സ്ചേഞ്ച് ത്രൂ ആണ് ഇനിയുള്ള സർവീസുകളൊക്കെ നമുക്ക് ലഭ്യമാവുക. ആ മാർച്ച് എൻഡോടുകൂടി അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റോടുകൂടി വരേണ്ടിയിരുന്ന നമ്മുടെ എക്സ്ചേഞ്ച് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യിച്ചു. അതിൻ്റെ ടെക്നിക്കൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ടെക്നീഷ്യൻസ് അതിൻ്റെ വർക്കിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ലാഗിങ് നമ്മുടെ വിഡ്രോവൽ സിസ്റ്റത്തിനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇന്നലെ കേട്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് വിഡ്രോവൽ എടുക്കാൻ കഴിയുന്നത് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മിനിമം $50 $50 നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലോട്ട് മാറ്റാം. ഒരു ഐഡിയിൽ നിന്ന് 48 മണിക്കൂർ കഴിയുമ്പം ആ ഐഡിയിൽ നിന്ന് തന്നെ വീണ്ടും ഒരു $50 മാറ്റാൻ കഴിയും. മിനിമം 500 പേർക്കാണ് ഒരു 24 മണിക്കൂറിൽ ഒരു ദിവസം അനുവദിക്കുന്നത്. ഇത് കമ്പനിയുടെ ഈ ടെക്നിക്കൽ വർക്കുമായിട്ട് റിലേറ്റഡായി നമ്മുടെ എക്സ്ചേഞ്ചിൽ ഇനിയും ടെക്നിക്കൽ വർക്ക് നടക്കാറുണ്ട്. നമ്മുടെ ടെക്നീഷ്യൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വിഡ്രോവൽ കൊടുക്കുമ്പോൾ കൂടുതൽ വിഡ്രോവൽസ് കൊടുത്ത് അതിൻ്റെ ഒരു ലാഗിങ് വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ കരുതുന്നത്. കമ്പനി അതിനെ ഉറച്ചിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ കൂടുതൽ എല്ലാവരും വിഡ്രോവൽ ചെയ്യും. കാരണം നമ്മളെല്ലാവരും വിഡ്രോവലിന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും ക്യാഷിന് ആവശ്യമുള്ളവരാണ്. അപ്പോൾ നമ്മുടെ ഫണ്ട് USDT ആയിട്ട് അവിടെ കിടക്കുമ്പം അത് നമ്മൾ പെട്ടെന്ന് വിഡ്രോ ചെയ്ത് നമുക്ക് ഒന്നുകിൽ INR ആയി കിട്ടണം, അല്ലെങ്കിൽ USDT ആയിട്ട് ട്രസ്റ്റ് വാലറ്റിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആറ് മുഖേനെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സെല്ല് ചെയ്തിട്ട് നമുക്ക് ഇന്ത്യൻ മണിയാക്കാൻ പറ്റും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാവരും നമ്മൾ ഏകദേശം 41,000 കമ്മ്യൂണിറ്റി മെമ്പേഴ്സുള്ള ഒരു കമ്പനിയാണ്. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഒരു ദിവസം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ ലാഗിങ് നമ്മുടെ സിസ്റ്റത്തിൽ അനുഭവപ്പെടും. അതില്ലാതാക്കാൻ വേണ്ടിയാണ് കമ്പനി ഇങ്ങനെ ഒരു നിബന്ധനകൾ വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതാട്ടോ, അത് എൻ്റെതായ ഒരു അഭിപ്രായമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ട് ഒരു $50 ചെലവ് ചെയ്ത് $50 ഇന്ന് പിൻവലിച്ചു, 48 മണിക്കൂറിന് ശേഷം നമുക്ക് പിൻവലിച്ചു. ഇനിയില്ല നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ടീമിൽ ഏതെങ്കിലും ബിസിനസ് വരികയാണ്, നിങ്ങൾ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നില്ല, നമുക്ക് ബിസിനസ് എന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ,
അപ്പോൾ ആ ID ട്രാൻസാക്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ USDT സെല്ലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ക്യാഷ് ആക്കാനുള്ള അവസരവും കമ്പനി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് 1.5 വർഷത്തോളമായിട്ട് കമ്പനി വളരെ കൃത്യതയോടുകൂടി പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അതേപോലെ തന്നെ തരും. മാക്സിമം പോയ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച, ഇത്രയേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. പഴയ പോലെ തന്നെ നമുക്ക് നമ്മുടെ ലാഗിങ് ഇല്ലാതെ നമ്മൾ ഇന്ന് വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ, കമ്പനി മുമ്പ് പറഞ്ഞ പോലെ 48 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെയാണ് നമുക്ക് മുമ്പ് പറഞ്ഞിരുന്നെങ്കിലും 24 ഹവേഴ്സിനുള്ളിൽ നമ്മുടെ ബാങ്കിലെല്ലാം ക്രെഡിറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോഴും പറയുന്നുണ്ട് കമ്പനി. കാരണം ഇപ്പം P2P സർവീസ് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ്ഡാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മിനിമം 2 ആഴ്ച, 3 ആഴ്ച, ഈ 3 ആഴ്ചക്കുള്ളിൽ നമ്മുടെ തേർഡ് പാർട്ടിക്ക് നല്ലൊരു അക്കൗണ്ടബിൾ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ P2P സർവീസ് ആരംഭിക്കുകയും നമുക്ക് പഴയ പോലെ തന്നെ 24, 48, 72 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഫണ്ട്, നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആകുന്ന രീതിയിലേക്ക് മാറും എന്നതാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇപ്പോൾ P2P സർവീസിന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊരു ബിനാൻസിൽ പോയിട്ട് നമ്മുടെ അടുത്തുള്ള 10 USDT അല്ലെങ്കിൽ 100 USDT നമ്മൾ P2P സർവീസിലൂടെ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാത്തവരായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. കാരണം P2P സർവീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം നമ്മളൊരു $100 സെല്ലിന് വെച്ച് കഴിഞ്ഞാൽ ആ $100 ആർക്ക് വേണമെന്നോ എന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും ഇന്ത്യയുടെ ഏതെങ്കിലും പിന്നെ കോണിലുള്ള ആളുകളായിരിക്കാം. അവരെന്ത് ചെയ്യും, അതിന് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള 100 USDT 50 USDT അവർക്ക് നമ്മൾ സെല്ല് ചെയ്ത് കൊടുക്കും. സെല്ല് ചെയ്യുമ്പം അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ GPay അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടോ കൊടുക്കും. ഈ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക ത്രൂ എക്സ്ചേഞ്ച് വഴിയാണെങ്കിൽ പോലും നമുക്ക് അവരുടെ അക്കൗണ്ടിൽ നിന്നാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരാം. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഉണ്ട്. അവരുടെ അക്കൗണ്ടിൽ നിന്നാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരാം. പക്ഷെ അത് ഏത് തരം അക്കൗണ്ട് ആണെന്നോ ഏത് തരം ആളാണെന്നോ നമുക്ക് ആർക്കും അറിയില്ല. സ്വാഭാവികമായിട്ടും അതൊരു P2Pയുടെ നെഗറ്റീവ് വശമാണ്. കാരണം അങ്ങനെ വരുമ്പം അത് ചിലപ്പം വല്ല ക്രിമിനൽ കേസ് പെട്ടതായിരിക്കാം, ചിലപ്പോൾ അല്ലാതായിരിക്കാം, പറയാൻ പറ്റില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു ഫ്രീസിങ് സിസ്റ്റം വരുമ്പോൾ നമ്മുടെ അക്കൗണ്ട് പോലും ഫ്രീസിങ് ചെയ്യുന്ന രീതികൾ പലർക്കും അനുഭവങ്ങളുണ്ട്. ബിനാൻസിലാണ് കേട്ടോ പറയുന്നത്. ബിനാൻസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ ചെറിയ എക്സ്ചേഞ്ചിലുള്ള ബിനാൻസിൽ പോലും ഈ ഒരു നെഗറ്റീവ് വശങ്ങൾ ഉള്ളത് കൊണ്ട്, P2P എന്നുള്ള സിസ്റ്റം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഇതാണ് ചെയ്യും. ഇവിടെ കമ്പനി ഒരു തേർഡ് പാർട്ടിയെ കണ്ടെത്തിയിട്ട് ആ തേർഡ് പാർട്ടി ആയിരിക്കും നമുക്ക് P2P ചെയ്യാം. അപ്പോൾ അത് വളരെ കൃത്യതയോടുകൂടി നടത്തണം. നമ്മുടെ കസ്റ്റമേഴ്സിന് യാതൊരുവിധ ബുദ്ധിമുട്ടും വരാതിരിക്കണം എന്നുള്ളത് കൊണ്ട്, വളരെ പെർഫെക്റ്റായ ഒരു അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടും തേർഡ് പാർട്ടിയിൽ നിന്ന് ആ ഒരു റിക്വസ്റ്റ് മാനിച്ചിട്ടാണ് ആ തേർഡ് പാർട്ടി നല്ലൊരു അക്കൗണ്ട്, നല്ല പെർഫെക്റ്റായ ഒരു അക്കൗണ്ട് ആക്കി, അതിന് ഒരു ക്ലീൻ ഷീറ്റുള്ള അക്കൗണ്ട് ആക്കി മാറ്റിയിട്ട് ആ അക്കൗണ്ടിലൂടെ ആയിരിക്കും നമുക്ക് വരും കാലങ്ങളിൽ നമ്മുടെ പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യുക. അതുകൊണ്ട് എന്താ, നമ്മുടെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കമ്പനിയുടെ കസ്റ്റമേഴ്സിന് യാതൊരുവിധ പ്രോബ്ലവും ഫ്യൂച്ചറിലേക്ക് വരാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധനയോട് കൂടിയാണ് കമ്പനി തേർഡ് പാർട്ടിയെ കണ്ടെത്തി അവരോട് കാര്യങ്ങൾ സംസാരിച്ച്. കാരണം ഇന്നേ വരെ നമുക്ക് ചെയ്തിട്ടുള്ള തേർഡ് പാർട്ടി ഓക്കെയാണ്. പക്ഷെ എന്നാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയും വളരെ കൃത്യതയോടുകൂടി പോകണമെന്നുള്ളത് കൊണ്ടും അവരുടെ പുതിയൊരു അക്കൗണ്ടിലൂടെ അല്ലെങ്കിൽ നല്ലൊരു അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടുമാണ് ആ കൃത്യതയോടുകൂടി നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാലതാമസം ഇപ്പം ഞാൻ അറിയാൻ കഴിഞ്ഞത്, എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് എന്നുള്ളത് ഞാൻ രാവിലെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്. കാരണം അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 ആഴ്ചയോടുകൂടി ഇതിൻ്റെ എല്ലാ അക്കൗണ്ട് സിസ്റ്റവും ക്ലിയറായി വരും. അതിനുള്ളിൽ തന്നെ നമ്മുടെ P2P സംവിധാനം വളരെ വേഗതയിൽ നമുക്ക് വിഡ്രോവൽ എടുക്കാൻ കഴിയും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷം ഇൻഷാ അള്ളാ നമുക്ക് പഴയ പോലെ തന്നെ 48 മണിക്കൂറോ 72 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിലോ നമുക്ക് P2P കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ക്രെഡിറ്റ് ആവും. അതുവരെ നമ്മൾ താൽക്കാലികമായിട്ട് നമുക്ക് USDT വിഡ്രോവൽ ചെയ്യാനുള്ള ഓപ്ഷൻസാണ് കമ്പനി തന്നിട്ടുള്ളത്. ആ USDT വിഡ്രോവൽ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യണം, 50 USDT ആണ് ഇപ്പോൾ കമ്പനി വെച്ചിട്ടുള്ള ക്രൈറ്റീരിയ. അത് നാളേക്ക് അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് അല്ലെങ്കിൽ ഇനിയും വരും ദിവസങ്ങളിലേക്ക് അതിന് കുറച്ചുകൂടെ അതിൻ്റെ ഗ്രോത്ത് കൂട്ടി 50 എന്നുള്ളത് ചിലപ്പോൾ 100 ആക്കാം, 100 എന്നുള്ളത് 200 ആക്കാം.
അങ്ങനെ കൂട്ടി 500 മെമ്പേഴ്സ് എന്നുള്ളത് ഒരു 1000 മെമ്പേഴ്സിലേക്ക് ആക്കാം. മെല്ലെ 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 അതിൻ്റെ ഒരു ഗ്രോത്ത് കൂട്ടി കൊണ്ടുവന്നിട്ട് നമുക്ക് പഴയ രീതിയിൽ തന്നെ അത് അൺലിമിറ്റഡ് ആക്കിയിട്ട് ഇൻ പിന്നെ ഇൻസ്റ്റൻ്റ്ലി ക്രെഡിറ്റ് ആവുന്നുണ്ട് ഒരു ഇത് ആളുകൾക്കും. കാരണം 500 പേര് കൊടുത്താൽ 500 പേരിനുള്ളിൽ ഇൻസ്റ്റൻ്റ്ലി ക്രെഡിറ്റ് ആവുന്നുണ്ട്. പക്ഷെ 500 പേർക്കേ ഉള്ളൂ. അത് ഇപ്പോൾ ടെക്നിക്കൽ വർക്ക് നടക്കുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇത്രയും കാര്യങ്ങൾ ഞാൻ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ട്രസ്റ്റ് വാലറ്റിലൂടെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അതേപോലെ നമ്മുടെ ഓൺ എക്സ്ചേഞ്ച് ആയ അപ്പെക്സെക്സിലൂടെ നമുക്ക് എങ്ങനെ ട്രസ്റ്റ് വാലറ്റിലോട്ട് നമ്മുടെ ഫണ്ടിനെ മാറ്റാം. ഇതൊരു സ്ക്രീൻ ഷെയറിങ്ങിലൂടെയാണ് ഞാൻ ഇതിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിന് ഇപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളവിടെ കാണാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് അതൊരു ടോക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ജിനിസാറുണ്ട്, ജിനിസാറിൻ്റെ മൈക്കൊന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. ജിനിസാർ ചോദിക്കുമ്പോൾ ഒന്ന് ഇൻഫർമേഷൻ എനിക്ക് തരണം. ഒരു ടോക്കിന് ആൻസറബിൾ ആയിരിക്കണം കേട്ടോ. ഞാൻ സ്ക്രീൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഓക്കെ പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ നമുക്ക് സ്ക്രീൻ ഷെയറിങ്ങിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത്? നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും. ഇപ്പം ഞാനിവിടെ നിങ്ങളോട് സൂം നടത്തുന്നത് പിന്നെ ലാപ്ടോപ്പ് വഴിയാണെങ്കിൽ പോലും നിങ്ങളൊക്കെ സൂം കാണുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയായിരിക്കാം. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ടായിരിക്കാം, പിന്നെ നമ്മുടെ ആപ്പ് സ്റ്റോർ ഉണ്ടായിരിക്കാം. ആപ്പിളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോർ ആയിരിക്കാം, സാംസങ് ആണ് ഉപയോഗിക്കുന്നത് പ്ലേ സ്റ്റോർ ആയിരിക്കാം. അപ്പോൾ ഈ പ്ലേ സ്റ്റോറിൽ നമ്മൾ ട്രസ്റ്റ് എന്ന് അടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ട്രസ്റ്റ് വാലറ്റിൻ്റെ ഒരു ചിഹ്നമായിട്ട് വരും. അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീന് ഷെയർ ചെയ്യുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സ്ക്രീന് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം, അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിലൊരു ID ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എത്ര വാലറ്റ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, എത്ര വാലറ്റ് വേണമെങ്കിലും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് വാലറ്റ് നമ്മൾ ഇപ്പോൾ മിനിമം നമുക്കൊരു വാലറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് സ്ക്രീൻ ഷെയറിങ്ങിലേക്ക് പോകാം. ഹലോ ജിനു സാറേ, സ്ക്രീൻ ഓക്കെ അല്ലേ? കാണുന്നില്ലേ? ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. ഓക്കെ. ഇവിടെ ആപ്പ് സ്റ്റോർ, ഇപ്പം ഞാനിത് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് ആപ്പ് സ്റ്റോറിലാണ് ഞാൻ പോയിരിക്കുന്നത്. ഇവിടെ ആപ്പ് സ്റ്റോറിൽ ഇപ്പോൾ പ്ലേ സ്റ്റോർ ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കാം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് ആപ്പ് സ്റ്റോറാണ്, കാരണം ഇത് ആപ്പിളിൻ്റെ ലാപ്പ് ആയതുകൊണ്ടാണ് ആപ്പ് സ്റ്റോർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സെർച്ച് ബാറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് TRU ട്രസ്റ്റ് വാലറ്റ് എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടായിരിക്കാം കാണുന്നില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ Selection deleted. TRUST. Trust. WWET. ഇവിടെ കാണാത്തത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടായിരിക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തോടത്തേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഈ ട്രസ്റ്റ് എന്ന് കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ട മൈക്രോസോഫ്റ്റ്, ക്യാൻവ, സൂം, പിന്നെ വെൽക്കം, ട്രസ്റ്റ് കണ്ടില്ലേ, XT.com. അങ്ങനെ ഈ ട്രസ്റ്റ് എന്ന് കാണുന്നിടത്ത് ഞാൻ ഇന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ്. അപ്പോൾ ട്രസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തപ്പം എനിക്ക് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ ഒരു ഇത് കാണുന്നുണ്ടായിരിക്കും അല്ലേ? ജിനി സാറെ കാണുന്നില്ലേ? കാണുന്നുണ്ട് സാർ, പക്ഷേ വളരെ സ്മോളായതുകൊണ്ട് ക്ലിയർ ആയിട്ട് സൂം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ട്രസ്റ്റ് വാലറ്റ് സൂമിങ്ങിൻ്റെ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുക. കാരണം എന്തായാലും സൂം ചെയ്യാൻ കഴിയില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്, സൂം കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് എത്രത്തോളം ഐഡികൾ ഉണ്ടെങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റും. എൻ്റെ ഒരു ഐഡിയുടെ പേര് ഇവിടെ കാണുന്നുണ്ട്, എൻ്റെ വാലറ്റിൻ്റെ പേര് നജാഫ് എന്നാണ്, നജാഫ് എഫ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു മെൻഷൻ ജസ്റ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ വാലറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ എൻ്റെ ടോട്ടൽ എമൗണ്ട്, വാലറ്റിൽ ഉള്ള എമൗണ്ട് നിങ്ങൾ കാണുന്നതായിരിക്കും 411.88 എന്നുള്ള USDT വാല്യൂവിലാണ്. കാരണം USDT അല്ല ഉള്ളത് കേട്ടോ. ശ്രദ്ധിക്കേണ്ടത്
ഇത് USDT വാല്യൂ ആണ് കാണിക്കുന്നത്, USDT അല്ല. USDT എൻ്റെ കയ്യിലുള്ളത് സ്റ്റോക്കുള്ളത് ആകെ 20 USDT ഉള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ അപക്സ് ടോക്കൺ ആണ് ഇവിടെ ഉള്ളത്. കാരണം 1789.4659 അപെക്സ് ടോക്കൺ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ ടോട്ടലായിട്ട് കാണിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. താഴെ USDT ഞാൻ ആരോ മാർക്ക് കൊണ്ടുവന്നിടത്ത് ശ്രദ്ധിച്ചാൽ മതി. താഴെ USDT കാണുന്നിടത്ത് 20 ഉള്ളൂ USDT. എൻ്റെ കയ്യിൽ $20 മാത്രമേ കയ്യിലുള്ളൂ. പക്ഷേ APX നമ്മുടെ അപെക്സ് ടോക്കൺ എൻ്റെ കയ്യിലുള്ളത് 1789. അപ്പോൾ ഈ സാധനത്തിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് നമുക്കിവിടെ കാണുന്നത്. മനസ്സിലായത് നിങ്ങൾ? ടോട്ടൽ വാല്യൂ, ആ ടോട്ടൽ വാല്യൂ ആണ് ഇവിടെ കാണിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെ നമുക്കൊരു പിന്നെ ഒരു ID ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അതിന് മുമ്പൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നും അതിനെപ്പറ്റി ഒരു ക്ലാസ് കൊടുക്കുകയാണ്. കാരണം ഇവിടെ എനിക്കുള്ള ഒരു ഐഡികൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, വാലറ്റ്. ഇപ്പോൾ ഇതാ ഞാൻ എൻ്റെ പേര് തന്നെ നജാഫ് 2, നജാഫ് AF, നജാഫ് 3, നജാഫ് 1. ഞാൻ ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഒരു വാലറ്റും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അഡീഷണൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാനിവിടെ പ്ലസ് ബട്ടണിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണുക. ക്രിയേറ്റ് ന്യൂ വാലറ്റ്, ആഡ് എക്സിസ്റ്റിംഗ് വാലറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിങ്ങളൊരു പുതിയ ഒരു ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് ഒരു പാസ് കീ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ആയി വരുമ്പം അതിനൊരു പാസ് കീ ചോദിക്കും. ഒരു 6 അക്ക നമ്പർ നിങ്ങൾ കൊടുക്കണം. മറക്കാത്ത ഒരു 6 അക്ക നമ്പർ ക്രിയേറ്റ് ചെയ്ത് അതിനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും, ഈ രീതിയിലായിരിക്കും. ക്രിയേറ്റ് ആഡ് ന്യൂ വാലറ്റ്, ആഡ് എക്സിസ്റ്റിംഗ് വാലറ്റ്. ഇവിടെ ക്രിയേറ്റ് ആഡ് ന്യൂ വാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ വാലറ്റ് ക്രിയേഷനാണ്. ആഡ് എക്സിസ്റ്റിംഗ് വാലറ്റ് എന്ന് പറയുന്നത് എൻ്റെ മുൻപുണ്ടായിരുന്ന ഒരു വാലറ്റിനെ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യണം. കാരണം ഉദാഹരണത്തിന് എൻ്റെ ഫോണിലൊരു വാലറ്റ് ഉണ്ട്. ആ ഫോണിൻ്റെ വാലറ്റ് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ കയ്യിലൊരു 12 ഫ്രൈസ് ഉണ്ടായിരിക്കും, 12 ഫ്രൈസ്. ആ ഫ്രൈസ് ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ കൊടുക്കണം. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ സ്ക്രീൻ ഷെയറിങ് ആയതുകൊണ്ടും സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ടും ഈ 12 ഫ്രൈസ് എന്ന് പറയുന്ന സീക്രട്ട് ഫ്രൈസ് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടതാണ്. നമ്മുടെ എത്ര അസറ്റ് ഇതിലുണ്ടെങ്കിൽ പോലും നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു 12 ഫ്രൈസ് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ആ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ വാലറ്റ് നമ്മുടെ ഈ സിസ്റ്റത്തിലേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാരണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് ഓർഡർ സഹിതം കിട്ടില്ല. നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ആ ഫോട്ടോ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് മാറ്റി വെക്കേണ്ടതാണ്. എന്നോടും മറ്റുള്ളവരോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ കയ്യിലുള്ള അസറ്റ്, ഇപ്പം എൻ്റെ കയ്യിൽ 411 ഉണ്ട്. ഉദാഹരണത്തിന് ഞാനിതൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നതിന് ശേഷം ഞാൻ അതിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ കയ്യിൽ 411 USDT ഉണ്ട്. കാരണം ഈ അപെക്സ് ടോക്കണിൻ്റെ എല്ലാ കാര്യങ്ങളും, ഈ പാസ്കോഡ് മീൻസ് ഇതിനൊരു സീക്രട്ട് ഫ്രൈസ്, 12 സീക്രട്ട് ഫ്രൈസ് ഉണ്ടായിരിക്കും. ഈ ഫ്രൈസ് എനിക്ക് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ലെങ്കിൽ, എൻ്റെ ലാപ്ടോപ്പ് ഡാമേജ് ആവേ അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഡാമേജ് ആവേ, എൻ്റെ ഫോൺ നഷ്ടപ്പെടുകയെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു 411 ഉള്ളൂ. ഇവിടെ ഒരു 4 ലക്ഷം ഒരു USDT ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ 4 USDT ആണെങ്കിൽ പോലും എനിക്കത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ആ പാസ് കീ അതായത് നമ്മുടെ സീക്രട്ട് ഫ്രൈസ് ഈ ഇപ്പോൾ കാണുന്ന നജാഫ് എന്ന് പറയുന്ന വാലറ്റിന് എവിടെ ഉണ്ടായിരിക്കും, അതാണ് നമ്മൾ നോക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത സാധനമാണല്ലോ. ഇതിൻ്റെ ഒരു പാസ് കീ അതായത് സീക്രട്ട് ഫ്രൈസ് എവിടെ ഉണ്ടായിരിക്കും അത് നമുക്ക് നോക്കാം. അത് നോക്കിയതിന് ശേഷം ഞാൻ മറ്റേലേക്ക് വരാം. ഈ നജാഫ് എന്ന് ടച്ച് ആരോ മാർക്ക് കൊണ്ടുവന്നിട്ട് ശ്രദ്ധിക്കട്ടോ. ആരോ മാർക്ക് കൊണ്ടുവന്നെടുത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഇതിൻ്റെ ID പേര് വന്നു. ഹലോ, സ്ക്രീനിൽ വരക്കലിട്ടോ? ആരാ സ്ക്രീനിൽ വരച്ചേ? സ്ക്രീനിൽ വരക്കലിട്ടോ? ഇവിടെ
സ്ക്രീനിൽ വരയ്ക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ആളെ മനസ്സിലാക്കി ഞാൻ റിമൂവ് ചെയ്യും കേട്ടോ. സ്ക്രീനിൽ വരയ്ക്കില്ല, സഹകരിക്കുകയാണെങ്കിൽ സഹകരിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് ലെഫ്റ്റായി പോവാം. നമ്മളൊരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നുണ്ട്, അതിന് അനുസരിച്ചിട്ട് നിങ്ങൾ ഇരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ സ്വയം ലെഫ്റ്റായി പോവുക, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക. പുറത്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്, കാരണം 100-ൽ ടച്ചായി പോയി. അതുകൊണ്ട് താല്പര്യമില്ലാത്തവർ ഈ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങിപ്പോകാം, താല്പര്യമുള്ളവർക്ക് മാത്രമുള്ളതാണ് ഈ പ്രോഗ്രാം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മാനുവൽ എന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, മാനുവൽ. അതുപോലെ ഐക്ലോഡ് ബാക്കപ്പ് നൗ എന്നുണ്ട്, ഇവിടെ മാനുവൽ അല്ലെങ്കിൽ ഐക്ലോഡ് ബാക്കപ്പ് നൗ എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കപ്പ് നൗവിൽ കൊടുത്തു. Najaf AF. അപ്പോൾ ഈ ബാക്കപ്പ് നൗ കൊടുത്തു കഴിഞ്ഞാൽ, മാനുവൽ കൊടുത്തു നോക്കാം. അപ്പോൾ മാനുവൽ കൊടുത്തപ്പം എൻ്റെ ഇത് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടിക്ക് കൊടുക്കേണ്ടി വരും, ഇങ്ങനെ 3 ടിക്ക് കൊടുക്കും. ഇതുവരെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും കാണാൻ, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജിനു സാർ ഒന്ന് ആൻസറബിൾ ആണ്, കാരണം പറയൂ സാറേ. ഇവിടെ ഞാൻ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ 12 ഫ്രേസ് വരും, 12 ഫ്രേസ്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. ഓക്കെ, ഇവിടെ ആണ് നമ്മുടെ സീക്രട്ട് ഫ്രേസ് ഉണ്ടാവുക. അപ്പോൾ ഈ സീക്രട്ട് ഫ്രേസ് നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല, കാണിക്കാൻ പാടില്ല, നമ്മൾ എടുത്തു വെക്കണം. നമ്മളതായ സീക്രട്ട് ഫ്രേസ് ആണ്, അത് ശ്രദ്ധിക്കുക നമ്മൾ. കാരണം നമ്മുടെ സീക്രട്ട് ഫ്രേസ് ആണ് അത്. ഇപ്പം ഞാനിവിടെ തുറന്ന് കാണിച്ച് പെട്ടെന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എടുത്ത്. അപ്പോൾ ഞാനിവിടെ മനസ്സിലാക്കുന്നത്, ഏകദേശം മനസ്സിലാക്കാൻ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. നമ്മുടെ അഖിലാരാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്, നമ്മുടെ ടീമാണ്, നമ്മുടെ ലീഡേഴ്സാണ്. അങ്ങനെയൊന്നും ആരും ആവശ്യമില്ലാത്ത ആളുകളാണ്. നമ്മളൊരു എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ പുതിയ ഒരു ID ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്, പുതിയ വാലറ്റ്. ശ്രദ്ധിക്കുക, പുതിയ വാലറ്റ്. അപ്പോൾ നിങ്ങൾ ഒരു ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിവിടെ പറഞ്ഞു പുതിയ വാലറ്റിന് പ്ലസ് എടുത്തു. ഇവിടെ ക്രിയേറ്റ് ന്യൂ വാലറ്റ് അടിക്കുന്നു. ക്രിയേറ്റ് ന്യൂ വാലറ്റ് അടിച്ചു. സീക്രട്ട് ഫ്രേസ് 2 രീതിയിൽ കാണാൻ പറ്റും. സീക്രട്ട് ഫ്രേസ് എന്ന് കാണും, സ്വിഫ്റ്റ് ഡാറ്റ എന്ന് കാണും. നിങ്ങൾ സീക്രട്ട് ഫ്രേസ് ആണ് ഉപയോഗിക്കേണ്ടത്. സീക്രട്ട് ഫ്രേസിൽ ക്രിയേറ്റ് കൊടുത്തു. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് വരുന്നത്. സീക്രട്ട് ഫ്രേസ് ഒരു ഇത് കൊടുത്തു. ഇത് ഡെമോ ആണ് ചെയ്യുന്നത് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് വാലറ്റ് ഇതിലിപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. ഇവിടെ ബാക്കപ്പ് മാനുവലി എന്ന് കൊടുത്തു. ബാക്കപ്പ് മാനുവലി കൊടുത്തു. 3 ടിക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക. 3 ടിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3 ടിക്ക് കൊടുത്തു. കണ്ടിന്യൂ കൊടുക്കാൻ പോവാ. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ സാധനം വരുന്നത്. ജിനു സാർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എന്തൊക്കെ കാണുന്നുണ്ട് ജിനു സാർ? ഒന്ന് തെളിച്ച് പറയാം. അതാണ് പ്രശ്നം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 12 കോളങ്ങൾ കാണുന്നുണ്ടോ സാറ്? ഓക്കെ, 12 കോളങ്ങളിലും 12 പേരുകളുണ്ട്. ഇതാണ് ഈ വാലറ്റിന്റെ ഒരു സീക്രട്ട് ഫ്രേസ്. ഇത് നമ്മൾ ആര് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും, നമ്മളൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീക്രട്ട് ഫ്രേസ് നമ്മുടെ വിലപ്പെട്ട സ്വത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വിലപ്പെട്ട സ്വത്താണ്. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ, നമ്മുടെ അതിലുള്ള അസറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ, അല്ല, കാരണം നമ്മുടെ ഫോൺ ഡാമേജ് ആയി കഴിഞ്ഞാലോ, നമ്മൾ വേറൊരു ഫോണിലേക്ക് നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. വേറൊരു ഫോണിലേക്ക് ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ കുന്ത്രാണ്ടം വേണം. ഇതാണ് ഇതിൻ്റെ ചാവി. മനസ്സിലായില്ലേ? ഈ സാധനം നമ്മുടെ അടുത്ത് കയ്യിൽ വേണം. ഈ സാധനം 12 ഫ്രേസുള്ള സാധനമാണ്. ട്രസ്റ്റ് വാലറ്റിൻ്റെ 12 ഫ്രേസുള്ള ഈ കീ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ഞാനൊരു ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. കാരണം ഇതിൻ്റെ നെക്സ്റ്റ് കണ്ടിന്യൂസിൽ പോകുമ്പോൾ, കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു പേജിലേക്ക് പോകുമ്പം ഇതിനൊരു ചേരുംപടി ചേർക്കുക എന്നുള്ളൊരു ഓപ്ഷൻസ് വരും. നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ച പോലെ ചേരുംപടി ചേർക്കുക എന്നുള്ള രീതി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നോക്കിയിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ഓരോ വാക്കുകളും നമ്മൾ നോക്കി ചെയ്യണം. മനസ്സിലാക്കാതെ ID വാലറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ അവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ശ്രദ്ധിക്കുക, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞപ്പം എന്നോട് ചോദിക്കുന്നത് 4 ലൈനായിട്ട് വന്നിട്ടുണ്ട്. 4 ലൈനിലും 12 വാചകങ്ങൾ ഉണ്ടായിരിക്കും. അതായത് 1, 2, 3, 4, 1, 2, 3, 4, അങ്ങനെ 3 ഇത് കോളത്തിലായിട്ട് 4 ലൈനായിട്ട് വന്നിട്ടുള്ള 12 ഫ്രേസുകൾ ഇവിടെ വന്നിട്ടുണ്ട്. 12 വാചകങ്ങൾ. ഇതിൽ എന്നോട് ആദ്യം ചോദിക്കുന്നത് 6ാമത്തെ വാചകമാണ്. കാരണം ഞാൻ കഴിഞ്ഞ പേജിൽ കാണിച്ചു, അതൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 12 കോളം കാണിച്ചിരുന്നു. ആ 12 കോളത്തിൽ 6ാമത്തെ കോളമാണ്, 6ാമത്തെ
വാക്ക് എന്താണെന്നാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല, അത് ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കി വെച്ചാൽ അറിയില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഫോട്ടോ എടുത്ത് വെക്കണം, എവിടെയെങ്കിലും എഴുതി വെക്കണം, അതേപോലെ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കണം. അപ്പോൾ ഫോട്ടോ എടുത്ത് വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കറക്റ്റ് ആറാമത്തെ വാചകം എന്താ നോക്കാം. ഇവിടെ ആറാമത്തെ വാചകം എന്നുള്ളത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് പെട്രോള്, പ്രൈസ്, ഹെഡ്, ഈ മൂന്ന് വാചകങ്ങളിൽ ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഞാൻ എന്നെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ ഓൾറെഡി ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുത്തുകൊണ്ട് ആറാമത്തെ വാചകം ഹെഡാണ്. അപ്പോൾ ഞാൻ ഹെഡ് ടച്ച് ചെയ്തപ്പോൾ അത് ഗ്രീൻ കളറായി. അതേപോലെ അടുത്തത് ചോദിക്കുന്നത് ഏഴാമത്തെ വാചകം ഏതാണെന്നാണ്. അപ്പോൾ ഏഴാമത്തെ വാചകം ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫ്ലോട്ട്, ഓഫ്, കോക്കനട്ട്. ഏഴാമത്തെ വാചകം കോക്കനട്ടാണ്. അപ്പോൾ ഞാൻ കോക്കനട്ട് ടച്ച് ചെയ്തു. പിന്നെ പത്താമത്തെ വാചകമാണ് ചോദിക്കുന്നത്, പത്താമത്തെ വാക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പത്താമത്തെ വാക്ക് ചോദിക്കുന്നത് പെട്രോള്, ആസ്ക്, റിപ്പോർട്ട്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ പത്താമത്തെ വാക്ക് എന്താണ്, ആസ്ക് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ആസ്ക് ടച്ച് ചെയ്തു. അപ്പോൾ 12ാമത്തെ വാക്കാണ് ലാസ്റ്റ് ചോദിക്കുന്നത്. 12ാമത്തെ വാക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 12ാമത്തെ വാക്ക് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഉള്ളത് മേക്ക്, ഹെഡ്, ഫ്ലോട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ 12ാമത്തെ വാക്ക് നോക്കി, മേക്ക് ആണ്. മേക്ക് കൊടുത്തു. അപ്പോൾ മേക്ക് കൊടുത്തു. അപ്പോൾ ചിലപ്പോൾ ഞാൻ അല്ല, ഒന്ന് തെറ്റി കൊടുക്കാമെന്ന് വിചാരിക്കുക, ഹെഡ് കൊടുത്തു. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ കൺഫേം കൊടുക്കുമ്പോൾ തെറ്റി വരും, മനസ്സിലായി, ഇത് തെറ്റും, റോങ് ആയി പോകും. അപ്പോൾ വീണ്ടും ഒരു സീക്രട്ട് ഫ്രൈസ് തരും. അപ്പോൾ അതിനെ നമ്മൾ കൺഫേം ചെയ്യേണ്ടത് ഇവിടെ നോക്കിയിട്ട് നമ്മൾ മേക്കാണ്, ക്ലിയർ. അപ്പോൾ ഇവിടെ ക്ലാരിഫൈ ചെയ്ത് ഞാൻ ഇതിലെല്ലാം നോക്കി ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന് കൺഫേം കൊടുക്കണം, ക്ലിയറായി. അപ്പോൾ നമുക്കൊരു വാലറ്റ് ക്രിയേറ്റഡ് ആണ്. അതിൻ്റേതായ ഒരു സമയം എടുക്കും, ചെറുതായിട്ടൊന്ന് പോയി ഒരു വാലറ്റ് ക്രിയേറ്റ് ആയി. ഇപ്പോൾ എനിക്ക് ഒരു വാലറ്റ് ക്രിയേറ്റ് ആയി, അതിൻ്റേതായിട്ടുള്ള ഒരു സീക്രട്ട് ഫ്രേസ് എൻ്റെ ഫോണിലുണ്ട്. ക്ലിയർ ആണോ? എനിക്കൊരു വാലറ്റ് ക്രിയേറ്റ് ആയി. അപ്പോൾ സ്റ്റാർട്ട് യൂസിങ് ട്രസ്റ്റ് വാലറ്റ്. ക്ലിയർ ആണല്ലോ? അത് ഞാൻ വന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് യൂസിങ് ട്രസ്റ്റ് വാലറ്റ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. പേര് കാണുന്നുണ്ടോ? മെയിൻ വാലറ്റ് എന്നാണ് വന്നിട്ടുള്ളത്. മെയിൻ വാലറ്റ് എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക, മെയിൻ വാലറ്റ്. ആദ്യം ഉണ്ടായിരുന്ന നെജാണ് കാണുന്നത്. ആ $400 ഇവിടെ കാണാൻ പറ്റുന്നില്ല. ക്ലിയർ ആണോ? $400 കാണാൻ പറ്റുന്നില്ല. കാരണം ഇതൊരു വേറെ വാലറ്റാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ആദ്യം ഉണ്ടായിരുന്ന വാലറ്റ് അല്ല, ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് വേറെ വാലറ്റാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ആദ്യത്തെ വാലറ്റ് ഇവിടെ പോയി, ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം, ആദ്യത്തെ വാലറ്റ് ഇവിടെ ഉണ്ട്. ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്ത വാലറ്റ് അതും ഇവിടെ ഉണ്ടാവും. മെയിൻ വാലറ്റ് എന്ന് പറയുന്ന താഴെ മെയിൻ വാലറ്റ് 4 ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഈ മെയിൻ വാലറ്റിൽ ഇവിടെ നിന്നുമ്പോൾ 0 ആണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മെയിൻ വാലറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ട്രസ്റ്റ് വാലറ്റ് തന്നിട്ടുള്ളത്. മെയിൻ വാലറ്റ് 4 എന്ന് പറഞ്ഞിട്ട് തരാം. കാരണം മെയിൻ വാലറ്റ് 1, 2, 3 അങ്ങനെ പറഞ്ഞിട്ട് തരും. അതിനെ നമ്മൾ ഓരോ ഇതിൽ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പേര് മാറ്റി കൊടുക്കാം. ഇവിടെ ഞാൻ എൻ്റെ വാലറ്റിൻ്റെ ഈ പേരൊന്ന് ചേഞ്ച് ചെയ്യാണ്. ഇവിടെ വന്നു, ഈ 3 ഡോട്ടിൽ ഇപ്പോൾ ആ മെയിൻ വാലറ്റ് ഓപ്പൺ ചെയ്തതിൻ്റെ നേരെ ഇവിടെ ഒരു 3 ഡോട്ട് ഉണ്ട്. ആ 3 ഡോട്ടിൽ ഒന്ന് ടച്ച് ചെയ്യുന്നു. ടച്ച് ചെയ്തതിന് ശേഷം ഒരു കോളത്തിൽ ഇങ്ങനെ ചെറിയൊരു ബോക്സിൽ മെയിൻ വാലറ്റ് എന്ന് വന്നു. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, മെയിൻ വാലറ്റിനെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ആ പേരുകൾ മൊത്തം ഒന്ന് മായ്ച്ചു കളഞ്ഞിട്ട് ഞാൻ എൻ്റെ പേര് ഒന്ന് എഴുതി ചേർക്കാണ്. ഒരു ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടിയിട്ട് എത്രാമത്തെ വാലറ്റ് എന്ന് അറിയാൻ വേണ്ടി 4ാമത്തെ വാലറ്റ് നജാഫ് 4 എന്ന് കൊടുത്തു. ഇവിടെ കറക്റ്റ് ഞാൻ സേവ് എന്ന് കാണുന്നിടത്ത് സേവ് ചെയ്യാണ്. എനിക്ക് സേവ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ല അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വാലറ്റ് ഡിലീറ്റ് ചെയ്ത് കണ്ട് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. നമുക്ക് എത്ര വാലറ്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ആ വാലറ്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റും ചെയ്യാം. ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻസിൽ കൊടുത്തു, സേവ് ആയി. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ആ വാലറ്റിൻ്റെ പേര് മെയിൻ വാലറ്റ് എന്നുള്ളതിൽ നിന്ന് വാലറ്റ് നമ്പർ 4 എന്ന് മാറി. ക്ലിയർ മാറി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ വാലറ്റിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അപ്പെക്സ് എവിടെ നിന്ന് കാണണം, നമ്മുടെ USDT എവിടെ നിന്ന് കാണണം. അപ്പോൾ ഇവിടെ മാനേജ് ക്രിപ്റ്റോ എന്ന് താഴെ കാണും. ഈ മാനേജ് ക്രിപ്റ്റോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ നെറ്റ്വർക്ക്സ് കിട്ടുക. ഓൾ നെറ്റ്വർക്ക് ഇവിടെ ഏതൊക്കെയാണ് ഓൺ ആക്കിയിടുന്നത്. ആ ഓൺ ആക്കുമ്പോഴാണ് അത് നമുക്ക് നമ്മുടെ ഹോമിൽ കാണാൻ പറ്റുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ടാവും. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഇവിടെ കാണാം. ഇതെല്ലാം ക്രിപ്റ്റോ കറൻസികളാണ്.
ഇതിൻ്റെ വാല്യൂകളും ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഏത് ക്രിപ്റ്റോ ആണോ നമുക്ക് നമ്മുടെ ഹോമിലേക്ക് കൊണ്ടുവരേണ്ടത്, ആ ഹോമിലേക്ക് കൊണ്ടുവരേണ്ട ക്രിപ്റ്റോനെ നമുക്ക് ഇവിടെ ഒന്ന് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. ഇവിടെ Capital A, സെർച്ച് ബാറിൽ വന്നിട്ട് നമ്മുടെ നമ്മുടെ അപ്പെക്സിനെ ഒന്ന് സെർച്ച് ചെയ്യാം. P, APX. X, നിങ്ങൾ കണ്ടോ, APX എന്ന് പേരുള്ള രണ്ട് കോയിനുകൾ, രണ്ട് ടോക്കണുകളാണ് ഇവിടെ കാണുന്നത്. രണ്ട് കോയിനുകളാണ് ഇതല്ല. ഫസ്റ്റ് വൺ അല്ല നമ്മുടേത്, സെക്കൻഡ് വൺ ആയിട്ടുള്ള നമ്മുടെ ലോഗോ കണ്ടാൽ നമുക്കറിയാം. നമ്മുടെ ലോഗോ കാണുക, ആ ലോഗോ സഹിതം നമുക്കിവിടെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോഗോയിൽ വന്നല്ലോ, ഇതിനെ ഇവിടെ നമ്മൾ ഓൺ ചെയ്തിടാം. ഓൺ ചെയ്തിടുമ്പോൾ നമുക്ക് അത് ഓൺ ആക്കി കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ ഹോമിലേക്ക് വരികയാണ്. ഹോമിലേക്ക് വന്നപ്പോൾ നിങ്ങൾ കണ്ടോ, മാറ്റിക്കിൻ്റെ താഴെ APX വന്നു. APX എന്ന് പറയുന്നത് നമ്മുടെ ടോക്കണാണ്, അപ്പക്സ് ടോക്കണാണ് APX എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ USDT കാണുന്നില്ല. അപ്പോൾ USDT കൊണ്ടുവരണം. USDT എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്രിപ്റ്റോ ആണല്ലോ. ആ USDT ഇങ്ങോട്ട് എത്തിക്കണം. അതിനെങ്ങനെ എത്തിക്കുക? വീണ്ടും നമ്മൾ അവിടെ വന്ന് അപ്പക്സ് നമ്മളെ വാലറ്റിൽ വന്നു, സോറി നമ്മുടെ നമ്മുടെ എല്ലാ ഓൾ നെറ്റ്വർക്കേഴ്സിൽ വന്നു. അവിടെ നമ്മൾ USDT T, സെർച്ച് ചെയ്യാണ്. അപ്പോൾ USDT സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് USDTകൾ ഉണ്ടാവും. എത്തേറിയത്തിൻ്റെ ബ്ലോക്ക് ചെയിനുകളുണ്ട്, ട്രോണിൻ്റെ ബ്ലോക്ക് ചെയിനുകളുണ്ട്, സൊലാന ഉണ്ട്. അങ്ങനെ ഒരുപാട് ബ്ലോക്ക് ചെയിനുകൾ നിങ്ങൾ കാണുന്നുണ്ടാകും. കണ്ടോ, ടെതർ USDT എന്ന് കാണുന്നുണ്ടാകും ഒരുപാട് ബ്ലോക്ക് ചെയിനുകളിൽ. അപ്പോൾ നമുക്ക് വേണ്ടത് BNB സ്മാർട്ട് ചെയിനാണ്, BP20. നമ്മളെല്ലാം ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസാക്ഷൻ എല്ലാം നടക്കുന്നത് BP20 നെറ്റ്വർക്കിലാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് BNB സ്മാർട്ട് ചെയിനിലാണ് വേണ്ടത്. ആ BNB സ്മാർട്ട് ചെയിൻ നമ്മൾ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക. അവിടെ കാണുന്നുണ്ട് BNB സ്മാർട്ട് ചെയിൻ. കണ്ടോ, ആദ്യത്തെ USDT എന്ന് പറയുന്നത് എത്തേറിയമാണ്. എത്തേറിയത്തിൻ്റെ നിന്ന് ERC ബ്ലോക്ക് ചെയിനാണ്. പിന്നെ നെക്സ്റ്റ് വൺ USDT നിങ്ങൾ കാണുന്നത് ട്രോൺ ആണ്, അത് TRC ആണ്. ഇവിടെ അങ്ങനെ വരുമ്പോൾ ഓരോന്ന് താഴെ വരുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് BNB സ്മാർട്ട് ചെയിൻ. ഇതാണ് നമുക്ക് വേണ്ടത്, നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതാണ്. കാരണം ഈ എമൗണ്ട് ആണ്, ഈ BNB സ്മാർട്ട് ചെയിനിലെ USDT ആണ് നമുക്ക് സൈറ്റിൽ നിന്ന്, നമ്മുടെ കമ്പനിയിൽ നിന്ന് പ്രോഫിറ്റായി വരുന്നതും, നമുക്ക് ഈ നമ്മുടെ ട്രസ്റ്റിലോട്ട് വരുന്നതും, നമ്മുടെ സൈറ്റിലേക്ക് വരുന്നതും, എക്സ്ചേഞ്ച് ത്രൂ വരുന്നതും ഇതൊക്കെ BEP20 ആണ് കേട്ടോ. ആ അഡ്രസ്സ് മറക്കാതെ, BEP20. ആ BEP20യുടേതാണ് BNB സ്മാർട്ട് ചെയിൻ. അവിടെ BNB സ്മാർട്ട് ചെയിൻ വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരാം. അതിൻ്റെ നേരെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് ഓപ്പൺ ചെയ്യുക മീൻസ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മുടെ ഹോമിലേക്ക് വരികയാണ്. ഇപ്പം നമ്മൾ ഹോമിലാണ് ഉള്ളത്, ആ ID ആ വാലറ്റിൻ്റെ ഹോമിലാണ് ഉള്ളത്. ഹോമിലെത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും USDT താഴെ വന്നു, BTC മുകളിലുണ്ട്, എത്തേറിയം ഉണ്ട്, BNB ഉണ്ട്, TWT ഉണ്ട്, മാറ്റിക് ഉണ്ട്, APX ഉണ്ട്, USDT ഉണ്ട്. അങ്ങനെ ഈ കോയിനുകളൊക്കെ നമ്മുടെ ഹോമിലേക്ക് എത്തി. കോയിനുകൾ മീൻസ് കോയിനുകളുടെ ഡീറ്റെയിൽസ് ആണ്. കോയിൻ എത്തിയില്ല, കോയിൻ വാങ്ങിക്കഴിഞ്ഞാലേ എത്തുള്ളൂ. നമ്മൾ കോയിൻ പർച്ചേസ് ചെയ്യുമ്പോൾ നേരത്തെ നിങ്ങൾ എൻ്റെ വാലറ്റ് കണ്ടില്ല, 1000 കണ്ടു, ഈ 20 കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ എമൗണ്ട് വരുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേരുകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BTC, എത്തേറിയം ഇതൊക്കെ ക്രിപ്റ്റോ കറൻസികളാണ്. അതേപോലെ തന്നെ BNB ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. BNB ക്രിപ്റ്റോ കറൻസിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. BEP20 നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ, ട്രസ്റ്റ് വാലറ്റിലോ ബിനാൻസിലോ ട്രാൻസാക്ഷൻ നടത്തുമ്പം അതിനൊരു ഗ്യാസ് ഫീ നമ്മൾ കൊടുക്കണം. ചെറിയൊരു അംശം ഗ്യാസ് ഫീ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടുന്ന്, ഞാൻ ജിനുസാർ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു 50 USDT അല്ലെങ്കിൽ 10 USDT ഞാൻ അയക്കുകയാണെന്ന് വിചാരിക്കുക. അതിനൊരു ട്രാൻസാക്ഷൻ ഫീ, ചെറിയൊരു അംശം ട്രാൻസാക്ഷൻ ഫീ നമ്മളിൽ നിന്ന് ഈടാക്കും. ആ ഒരു അംശം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കീപ്പ് ചെയ്യണം. BNB കീപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇതിൽ BNB ഇല്ല. അപ്പോൾ ഞാൻ BNB ഉള്ളൊരു വാലറ്റ്, കാരണം എൻ്റെ പഴയ വാലറ്റിൽ ഞാൻ BNB ഉണ്ട്, അത് ഞാനൊന്ന് ഓപ്പൺ ആക്കുന്നു. കാണുന്നുണ്ടോ, ഇതിൽ BNB അവൈലബിൾ ആണ്. ഈ BNB എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു ഡോളറിൻ്റെ പോയിന്റ്, അതായത് $1 1.09, അതായത് $1 അംശത്തിലുള്ള ചെറിയൊരു അംശമുള്ള പോയിന്റുകളാണ് എനിക്കിവിടെ വാങ്ങി വെച്ചിട്ടുള്ളത്. ഞാൻ $2 വാങ്ങിയതാണ്. അതിങ്ങനെ ട്രാൻസാക്ഷൻ നടത്തുന്നതിനനുസരിച്ച് ചെറിയ പോയിന്റുകൾ അതിൽ നിന്ന് ഡിഡക്റ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ബാലൻസ് ഉള്ളത് $1 ആണ്. ഇതിനും ഒരുപാട് ട്രാൻസാക്ഷൻ നമുക്ക് നടത്താം. ഇതിൻ്റെ അളവ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും 0.0017. കാരണം ഇതിൻ്റെ വാല്യൂ നിങ്ങളറിയാം, BNBൻ്റെ വാല്യൂ നിങ്ങൾ ആരോ മാർക്ക് ഞാൻ കൊണ്ടുപോയ സ്ഥലത്ത് കാണാം, $607 ആണ്. ഒരു BNBൻ്റെ റേറ്റ് എന്ന് പറയുന്നത് $607 ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. BTCയുടെ റേറ്റ് ഇപ്പോൾ 86, വില കുറഞ്ഞു കേട്ടോ. 96 ഒരുപാട് താഴെ വന്നു, 86 ഇപ്പോൾ ഉള്ളത്. 86.638.
ഓക്കെ, നമ്മളത് 33ന്ന് നമുക്ക് 21ലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റിൽ ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റ് കുറച്ച് താന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും 86ലേക്ക് എത്തിയിട്ടുണ്ട്. 1 lakh അബോവ് പോയിരുന്ന BTC ഇപ്പം 86ലേക്കാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ. അപ്പോൾ ഇവിടെ നമ്മൾ മറ്റേ എക്സ്ചേഞ്ചിലേക്ക് തന്നെ വീണ്ടും പോവാണ്, മറ്റേ വാലറ്റിലേക്ക് തന്നെ വീണ്ടും പോവാണ്, പുതിയ വാലറ്റിലേക്ക് ഞാൻ വീണ്ടും പോയി. ഇവിടെ നമ്മളെല്ലാം ക്ലിയർ ചെയ്തു, ഒക്കെ ക്ലിയർ ചെയ്തു കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആ ട്രസ്റ്റ് വാലറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ പോകാം, അവിടെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ട്രസ്റ്റ് വാലറ്റ് എന്ന് കൊടുത്തു, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒരു ന്യൂ വാലറ്റ് ക്രിയേഷനാണ് നടക്കുന്നത്. ആ ന്യൂ വാലറ്റ് ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ ID പ്രൂഫോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടുന്ന 12 വാചകങ്ങളിലല്ല, ഒരു ഫ്രേസ് ഉണ്ടോ, 12 ഫ്രേസ്. ആ 12 ഫ്രേസ് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് മാറ്റി വെക്കുക എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ വാലറ്റിലാണല്ലോ എത്തിയത്. ഇനി വാലറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ എമൗണ്ടുകൾ എത്തിക്കേണ്ടത്. നിങ്ങൾ എവിടെ നിന്നാണോ എമൗണ്ടുകൾ എത്തിക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ എക്സ്ചേഞ്ചിൻ്റെ അവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ ജിനു എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഞാനൊരു 50 USDT കടം വാങ്ങുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ അങ്ങേർക്ക് കൊടുക്കണം, USDTയുടെ അഡ്രസ്സ് കൊടുക്കണം. കാരണം BP20യുടെ ട്രസ്റ്റ് വാലറ്റിൻ്റെ USDTയുടെ അഡ്രസ്സ് ഞാൻ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ആ അഡ്രസ്സ് എനിക്ക് എവിടെ നിന്ന് കിട്ടും? അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുക, റിസീവ് എന്നുള്ള ഓപ്ഷൻസിൽ പോവാം. റിസീവ് അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഒരു അഡ്രസ്സ് ഒരാൾക്ക് കൊടുക്കണം. കാരണം എനിക്കൊരു 100 USDT വേണം, അല്ലെങ്കിൽ 50 USDT വേണം. ആ ആൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ അഡ്രസ്സ് കൊടുക്കണം. അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ GPay ചെയ്യാൻ പറയുമ്പോൾ GPayൻ്റെ നമ്പർ ചോദിക്കൂലേ, ക്യാഷിന് അങ്ങനെ ഉണ്ടല്ലോ, GPayൻ്റെ നമ്പർ ചോദിക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ട്രസ്റ്റ് വാലറ്റിലോ അല്ലെങ്കിൽ ബിനാൻസിലോ ഏതിലാണെങ്കിൽ പോലും നമ്മൾ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ അഡ്രസ്സ് നമ്മൾ എടുത്ത് കൊടുക്കണം. അത് ഇവിടെ ട്രസ്റ്റ് റിസീവ് എന്നുള്ളടത്ത് കൊടുക്കാം. നമ്മൾ ഏത് പിന്നെ ക്രിപ്റ്റോ ആണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ പ്രസ് ചെയ്തപ്പോൾ കിട്ടിയത് എന്താ, ഇങ്ങനെ ഒരു ചാർട്ടാണ് കിട്ടിയത്. അപ്പോൾ ചാർട്ട് കിട്ടിയപ്പം ഞാൻ USDT ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ USDT സെലക്ട് ചെയ്യാം. USDT സെലക്ട് ചെയ്തു. USDT സെലക്ട് ചെയ്തപ്പം ഇങ്ങനെ ഒരു QR കോഡ് വന്നു. ഈ QR കോഡിൻ്റെ താഴെ കോപ്പി എന്നുണ്ടായിരിക്കും, സെറ്റ് എമൗണ്ട് എന്നുണ്ടായിരിക്കും, ഷെയർ എന്നുണ്ടായിരിക്കും. ഈ ഷെയർ വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാം. അല്ല, നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നമ്മുടെ സുഹൃത്തിന് വാട്സപ്പിലേക്ക് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അഡ്രസ്സ് എന്ത് ചെയ്യും, അവിടേക്ക് വരും. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങേര് ആ അഡ്രസ്സിനെ എന്ത് ചെയ്യും, കോപ്പി ചെയ്തിട്ട് സെൻഡിലേക്ക് കൊണ്ടുവരും. അങ്ങേരെ അയക്കണ്ടേ, നമുക്കൊരു അഡ്രസ്സ് കിട്ടിയെന്നുള്ളൂ. ആ അഡ്രസ്സ് കിട്ടി. ഇപ്പം എനിക്ക് ജിനു സാറ് ഒരു അഡ്രസ്സ് അയച്ചു തന്നു. ആ അഡ്രസ്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം, ആ അഡ്രസ്സിലേക്ക് ക്യാഷ് അയക്കണം. അപ്പോൾ ക്യാഷ് അയക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ആ സെൻഡിലേക്ക് കൊടുക്കണം. അവിടുന്ന് ഇപ്പോൾ എനിക്കിപ്പോൾ ജിനു സാർ ഒരു ഇത് അയച്ചു തന്നു, ഒരു അഡ്രസ്സ് അയച്ചു തന്നു. അപ്പോൾ ആ അഡ്രസ്സിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം, സെൻഡ് ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ കോപ്പി ചെയ്തിട്ട് ജിനു സാർ ഇപ്പോൾ എനിക്ക് തന്നെന്ന് വിചാരിക്കുക. ഇനി ഞാൻ അടുത്ത ഓപ്ഷന് സെൻഡാണ് കൊടുക്കേണ്ടത്. കാരണം ജിനു സാറിന് ഞാൻ അയച്ചു കൊടുക്കണ്ടേ, ഞാൻ അങ്ങോട്ട് അയക്കുന്ന മൂപ്പര് ഇങ്ങോട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ പിന്നെ സെൻഡ് ഓപ്ഷൻസിൽ വരും. സെൻഡ് ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ല, ഇവിടെ ബാലൻസ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മറ്റേ ID ഒന്ന് ഓപ്പൺ ചെയ്യാം, മറ്റേ വാലറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഇനി ബാലൻസ് ഉള്ള ഒരു വാലറ്റ് ഓപ്പൺ ചെയ്തു. ആ വാലറ്റിൽ വന്നിട്ട് ഞാനിവിടെ സെൻഡ് കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് ബാലൻസ് ഉള്ള ക്രിപ്റ്റോകൾ അവിടെ കാണുന്നുണ്ട്. ഇപ്പം APX അവിടെ 1000 അബോവ് ഉണ്ട്. അതുപോലെ USDT ഒരു 20 USDT ഉണ്ട്. BNB എന്തുണ്ട്, 0017 ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ USDT ആണ്. അപ്പോൾ USDTൻ്റെ ഇതാണല്ലോ ഇനി ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ USDT എടുത്തതാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് USDT സെർച്ച് ചെയ്യുന്നു. എന്നതിൻ്റെ ശേഷം ഞാൻ കോപ്പി ചെയ്ത ആ അഡ്രസ്സ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. കണ്ടോ, പേസ്റ്റ് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഒരു $10 അങ്ങോട്ട് അയക്കാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു 10 എന്ന് മെൻഷൻ ചെയ്യുക. 10 എന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്താവും, നെക്സ്റ്റ് കൊടുത്താൽ മതി. ഞാൻ 10 വേണ്ട, ജസ്റ്റ് $1 അയക്കാം. ഈ 10 അയച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് എടുക്കണ്ടേ. നോക്കട്ടെ, വേറൊരു അഡ്രസ്സിൽ നിന്ന് ഒരു $1 വിട്ട് കൊടുക്കാം. ഇതിൽ കിടക്കണ്ട, വേറൊരു
ഇതിൽ കിടക്കട്ടെ, ഒരു നോക്കട്ടെ, ഒരു മിനിറ്റ്, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തട്ടെ ഇതിൽ ഇത്രയുണ്ടെന്നില്ല. ഓക്കെ, വേറൊരു ഐഡിയ ഉണ്ടല്ലോ ഇവിടെ. എല്ലാത്തിലും 0 ആണ്, അതിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനെന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിക്കാൻ, അല്ലെങ്കിൽ മനസ്സിലാവണമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ജസ്റ്റ് ഞാനിത് ഓപ്പൺ ചെയ്തു. ജസ്റ്റ് ഒന്ന് ഞാൻ ആ കോപ്പി ചെയ്തു, അഡ്രസ്സ് കോപ്പി ചെയ്തു. ഞാൻ ജസ്റ്റ് ഒരു One. ഡോളർ അയക്കുകയെന്ന് വിചാരിക്കാം, ഒരേ ഒരു ഡോളർ സെൻഡ് ചെയ്താൽ നെക്സ്റ്റ് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് കൊടുത്തു. ഇനി ഇവിടുന്ന് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡോളർ എന്ത് ചെയ്യും, നേരെ എൻ്റെ മറ്റേ വാലറ്റിലേക്ക് വരും. നോക്കാം നമുക്ക്. അയക്കേണ്ട സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. കൺഫർമേഷൻ കൊടുത്തു, പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ റെഡ് കളറിൽ കാണുന്നുണ്ടായിരിക്കും. ഇനി ഹിസ്റ്ററിയിൽ നോക്കാം. നമുക്കിവിടെ ഹിസ്റ്ററി എടുത്തു. പെൻഡിങ് ആണ്, ട്രസ്റ്റ് ട്രാൻസ്ഫർ പെൻഡിങ് ആണ്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആവും. ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി. ഇവിടെ ഒരു USDT ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ വാലറ്റിലേക്ക്, ഇവിടെ 20 എന്നുള്ളത് 19 മാറി. അപ്പോൾ ഇനി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ വാലറ്റിലേക്ക് ഞാൻ പോയി നോക്കാം. നമുക്ക് നോക്കാം. ആ നജാഫ് 4 എന്ന് പറയുന്ന വാലറ്റാണ് ഞാൻ അതിലേക്കാണ് വിട്ടിട്ടുള്ളത്. നോക്കാം നമുക്ക്. ഇവിടെ ഒരു ഡോളർ എത്തിയിട്ടുണ്ടോ? ഇവിടെ 0 എടാ, ഇപ്പോൾ എത്രയായി? 0.199 ഒരു ഡോളർ ഇങ്ങോട്ട് എത്തി. കണ്ടില്ലേ? നിങ്ങളിവിടെ കാണുന്നുണ്ടായിരിക്കും. എൻ്റെ USDT മുകളിലേക്ക് വന്നു. കാണുന്നുണ്ടോ? ജിനി സാറ് ഓക്കെ ആണോ? ജിനി സാർ മൈക്ക് ഓപ്പൺ അല്ല. ഓക്കെ സാറേ, ഓക്കെ കാണുന്നുണ്ട്. ഓക്കെ. ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അത് ഈ ബാലൻസ് ഉള്ളത് USDT വളരെ താഴായിരുന്നു, കാരണം 00. ഇപ്പോൾ ആ USDT മുകളിലേക്ക് വന്നു. ഇവിടെ എന്താ, ഇത് ഒരു ഡോളർ കണ്ട, ഒരു ഡോളറിൻ്റെ ബാലൻസ് കണ്ടു. ഈ സിമ്പിൾ സിസ്റ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അയച്ചു കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, എന്നതിന് ശേഷം അത് സെൻഡ് എടുക്കുക. മറ്റുള്ളവർ ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് അയാൾ അയക്കുന്നത് സെൻഡ് ചെയ്യുക. നമ്മൾ ഒരാൾ അഡ്രസ്സ് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് റിസീവിൽ പോകാം. റിസീവിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഏത് സുഹൃത്തിനാണോ അയച്ചു കൊടുക്കേണ്ടത് വാട്സപ്പിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അവരെന്ത് ചെയ്യും, ആ പേസ്റ്റ് ചെയ്ത അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സ് എടുത്തിട്ട് നേരെ ഇവിടെ വന്നിട്ട് സെൻഡിൽ വന്ന് കോപ്പി ചെയ്തിട്ട് അയക്കും. ഇനി നമുക്ക് എക്സ്ചേഞ്ച്, നമ്മുടെ ഓൺ എക്സ്ചേഞ്ചിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്നത് ഇവിടെ ഞാൻ ഓൾറെഡി കോപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. USDT, ഇപ്പോൾ USDT ആണ് നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ USDT അല്ല, അപ്പെക്സ് ആണ് വേണ്ടതുണ്ട്. അപ്പെക്സ് സെലക്ട് ചെയ്യണം. ശ്രദ്ധിക്കുക, നമ്മൾ ഒരാളോട് അപ്പെക്സ് ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പെക്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ അപ്പെക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് വരും. ഒരു മിനിറ്റ്. റിസീവ് അഡ്രസ്സ്, ചില സമയങ്ങൾ ഓക്കെ. ഇവിടെ വന്നല്ലോ, നിങ്ങൾ അപ്പക്സിൻ്റെ QR കോഡാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അപ്പക്സ് BNB സ്മാർട്ട് ചെയിൻ എന്ന് പറഞ്ഞ QR കോഡ് നമുക്ക് ഷെയർ ചെയ്തിട്ട് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് അയച്ചു കൊടുക്കാം. ഇവിടെ കോപ്പി ചെയ്യുന്നില്ല. കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. നമ്മൾ ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടതെന്നില്ല. അപ്പക്സ് വാങ്ങാനാണെങ്കിൽ, നമ്മൾ ട്രസ്റ്റ് വാലറ്റിലൂടെ അപ്പക്സ് വാങ്ങാനാണെങ്കിൽ. ഇനി ഞാനിവിടെ USDT ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ USDT വാങ്ങാനല്ല, നമ്മുടെ സൈറ്റ്, നമ്മുടെ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്തിട്ട് എക്സ്ചേഞ്ചിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട ഒരു സിസ്റ്റത്തേക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വിഡ്രോ ചെയ്യുന്നില്ല, അത് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു സിസ്റ്റം ഞാൻ കാണിച്ചു തരാം. ഇവിടെ അതിനെ കോപ്പി ചെയ്തു. ഡെപ്പോസിറ്റ് അഡ്രസ്സ് ആട്ടത്. ഇതിവിടെ ഡെപ്പോസിറ്റ് അഡ്രസ്സാണ്. തികച്ചും മനസ്സിലാക്കുക, നമ്മൾ ഇതിലേക്കാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതൊരു ഡെപ്പോസിറ്റ് അഡ്രസ്സാണ്. ഈ അഡ്രസ്സാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ടൈം അധികരിച്ച് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പെട്ടെന്ന് തീർക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അപ്പക്സിൻ്റെ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യാണ്. അപ്പക്സിൻ്റെ എക്സ്ചേഞ്ചിൻ്റെ പിന്നെ നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യുന്നു. ലിങ്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഇതിനെ ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്യുന്നുണ്ട്. NAJAFATLI Najafatali at GMAIL Bullet
bullet, 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 bullet. ഓക്കെ, ഞാൻ നമ്മുടെ ഓപ്പൺ ചെയ്തു. നമ്മുടെ കാണുന്നുണ്ടല്ലോ നമ്മുടെ എക്സ്ചേഞ്ച്. ജെൻസാറെ ക്ലിയർ അല്ലേ? നമ്മുടെ എക്സ്ചേഞ്ച് ക്ലിയർ അല്ലേ? ക്ലിയർ ക്ലിയർ. ക്ലിയർ ആണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ വാലറ്റ് ചെക്ക് ചെയ്യാം. നമ്മുടെ ഫണ്ടൊക്കെ റിട്ടേൺ ആയിട്ടുണ്ട്. എല്ലാവരുടെ ഫണ്ടും റിട്ടേൺ ആയിട്ടുണ്ടായിരിക്കും. കൊടുത്തതൊക്കെ P2P ചെയ്തതൊക്കെ റിട്ടേൺ ആയിട്ടുണ്ടാവും. നമ്മുടെ P2Pൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് 2 ആഴ്ചത്തോളം കാലാവധിക്കുള്ളിൽ നമ്മുടെ P2P എല്ലാം വളരെ ദ്രുതഗതിയിൽ, വളരെ പഴയ രീതിയിൽ നമുക്ക് എങ്ങനെയാണോ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സിസ്റ്റത്തിലേക്ക് മാറും. എല്ലാ ടെക്നിക്കൽ ടീമും വളരെ പെർഫെക്റ്റ് ആയിട്ട് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്സ്ചേഞ്ചിനെ നമ്മൾ ബിനാൻസ് പോലത്തെ എക്സ്ചേഞ്ച് ആക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ദ്രുതഗതിയിൽ എല്ലാം നടക്കുന്നുണ്ട്. മാർച്ച് 31 ആകുമ്പോഴേക്ക് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ട്രാക്കിൽ കയറുമെന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട CEO അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിലുള്ള എല്ലാ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. ഇവിടെ നമ്മൾ വിഡ്രോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. ഞാൻ ചെയ്തു നോക്കി, ഒരു കുറേ മുമ്പ് ചെയ്തു നോക്കിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ മാർക്കറ്റിലാണ്, വാലറ്റ് എടുക്കുന്നു. വാലറ്റിൽ ഞാൻ താഴെ പോകുന്നു. കാണുന്നുണ്ടല്ലോ എൻ്റെ USDT നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അവൈലബിൾ USDT 1215 USDT ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എല്ലാ കോയിനുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. LTC, ഷിബു, ട്രോൺ, അങ്ങനെ പല കോയിനുകളും നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിക്കൊണ്ടിരിക്കും. ഡോഡ്ജ്, എത്തേറിയം, INR, ഇന്ത്യൻ റുപ്പിയൊക്കെ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഡെപ്പോസിറ്റും ചെയ്യാം, വിഡ്രോയും ചെയ്യാം. ഇതിനെ വിഡ്രോ ചെയ്യാണ്. കാരണം ഇപ്പോൾ ഇവിടുന്ന് അത് ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറയുമ്പം നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് അല്ലേ? അതല്ലെങ്കിൽ ഇവിടുത്തെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം. ഇവിടെ വിഡ്രോ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള എമൗണ്ടിനെ നമ്മൾ വിഡ്രോ ചെയ്യാണ്. ചിലപ്പോൾ അത് നടക്കില്ല. നമുക്ക് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിരിക്കാം. ഇവിടെ വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുന്നു. വിഡ്രോയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനൊരു ഓപ്പൺ ആയി വന്നിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഓപ്പൺ ആയി വന്നത്. അപ്പോൾ USDT ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം എത്ര എമൗണ്ട് ആണോ ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ ചെയ്ത 10 USDT കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ 22/7/25 അതായത് 7-ാം തീയതി ഞാൻ 10 USDT ഞാൻ നമ്മുടെ എക്സ്ചേഞ്ച് നിലവിൽ വന്ന പിറ്റേന്നാൾ ഞാൻ ഒരു 7-ാം തീയതി നമ്മൾ അയച്ചിരുന്നു. 10 USDT എനിക്ക് ട്രസ്റ്റ് വാലറ്റിൽ ക്രെഡിറ്റ് ചെയ്തിരുന്നു. അത് മാനുവൽ ആയിരുന്നു, കമ്പനി ക്രെഡിറ്റ് ചെയ്തതെന്നൊക്കെ. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ അടിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് ഇപ്പോൾ USDT ആണ് നമ്മുടെ അടുത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഏത് ടോക്കൺ ആണോ അല്ലെങ്കിൽ ഏത് കോയിനാണോ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ നമ്മൾ USDT നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. USDT എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് നെറ്റ്വർക്കാണ് കൊടുക്കേണ്ടത്. ഏത് നെറ്റ്വർക്കാണെന്നാണ് നോക്കേണ്ടത്. ഇവിടെ BP20 മാത്രമേ ഉള്ളൂ. കാരണം BP20യുടേതാണ്. അല്ലെങ്കിൽ ഇനി വരും കാലങ്ങളിൽ TRC20, ERC മറ്റുള്ള എല്ലാ നെറ്റ്വർക്കും ഇവിടെ നെറ്റ്വർക്ക് അഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആവും. ഇവിടെ BP20 സെലക്ട് ചെയ്തു. BP20 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. കാരണം ഇവിടെ നമ്മൾ എത്ര അവൈലബിൾ ഉണ്ട്? 1215 USDT അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ അഡ്രസ്സ് അവിടുന്ന് കോപ്പി ചെയ്തത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാൻ ഇവിടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യാണ്. ഞാൻ അവിടുന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. 0x5 ക്ലിയർ ആണോ? 261 ഇവിടെ പേസ്റ്റ് ചെയ്ത് ഞാൻ ആ അഡ്രസ് ഇവിടെ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എമൗണ്ട് എല്ലാം പറഞ്ഞു തീരണ്ടേ? കേൾക്കുന്നുണ്ടല്ലേ? അല്ല, ഇവിടെ കമ്പ്യൂട്ടർ പറയുന്നത് കേൾക്കുന്നില്ലേ? അയാൾ പറഞ്ഞു തീരട്ടെ. അയാളാണല്ലോ വാലറ്റ് അഡ്രസ് കംപ്ലീറ്റ് പറഞ്ഞു തീർക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ് തീർന്നു കഴിഞ്ഞ് ഇനി നമുക്ക് പറയാം. അവസരം കിട്ടി എനിക്ക്. അപ്പോൾ ഇവിടെ ആ അഡ്രസ്സ് ഞാനവിടെ കോപ്പി ചെയ്തു. അതിനുശേഷം ഇവിടെ എമൗണ്ട് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ടായിരിക്കും. കാണുന്നുണ്ടായിരിക്കും. ഇത് സൂം ചെയ്യാൻ പറ്റും നമുക്ക്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എത്രയാണോ അയക്കേണ്ടത് ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. യു ഗെറ്റ് USDT എന്നൊക്കെ കാണുന്നുണ്ടായിരിക്കും. 24 hours വിഡ്രോവൽ ലിമിറ്റ് 50/50. ഇവിടെ 50 USDT ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? വിഡ്രോവൽ ചെയ്യാൻ പറ്റുക. ഇവിടെ മാക്സിമം എന്നുള്ളതിനുള്ള ഇവിടെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് 50 USDT കൊടുത്തു. കണ്ടില്ലേ? ഇവിടെ യു ഗെറ്റ് 50 USDT. ഇനി റിക്വസ്റ്റ് വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പെൻഡിങ് ആണോ വിഡ്രോവൽ നടക്കൂ എന്നുള്ളത് അറിയും. ക്ലിയർ ആണോ?
റിക്വസ്റ്റ് കൊടുക്കണം. നമ്മൾ വിഡ്രോവൽ കൊടുക്കുക, ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല, കൊടുത്തു കഴിഞ്ഞാൽ അതെന്താ പെൻഡിങ് ആണെന്ന് അറിയാം. കാരണം ഇപ്പോൾ അതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം ഏകദേശം നമുക്ക് അറിയാൻ കഴിയും. മാക്സിമം ഇവിടെ കൊടുത്തിട്ടുണ്ട്, മാക്സിമം വിഡ്രോ എമൗണ്ട് $50. ഓക്കെ, വിഡ്രോ ഫീ 00 ആണ്. പിന്നെ മിനിമം വിഡ്രോ എമൗണ്ട് അതിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിനിമം മുതൽ 50 വരെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു ഒരു ദിവസത്തെ വിഡ്രോവൽ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം 500 പേർക്കാണ്. 500 പേര് ഓൾറെഡി റീച്ച് ആയിട്ടുണ്ടാവും. ഇനി നാളെ കാലത്ത് ഒരു 9 മണിയോ അല്ലെങ്കിൽ 8 മണിയോ ആകുമ്പോഴാണ് 24 hours ആവുക. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 24 hours ആവാം. ഇന്ന് രാവിലെ മുതൽ എല്ലാവരും കൊടുത്തിട്ട് ഒരു 1 hour കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇൻസ്റ്റൻ്റ്ലി ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതാണ് ചെയ്യേണ്ട രീതികൾ. നമ്മൾ ഒരു 50 USDT ആണെങ്കിൽ പോലും നമ്മൾ അയക്കേണ്ട രീതികൾ മനസ്സിലാക്കുക. അവിടെ നിന്ന് കോപ്പി ചെയ്യുക, കോപ്പി ചെയ്തതിൻ്റെ ശേഷം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, അഡ്രസ്സിൽ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എത്രയാണോ എമൗണ്ട് അടക്കേണ്ടത് എമൗണ്ട് ഇവിടെ അടിക്കുക, റിക്വസ്റ്റ് വിഡ്രോൾ ചെയ്യാം. എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഇല്ലെന്ന് തന്നെയാണ് കരുതുന്നത്. ഇത്ര സിമ്പിൾ പ്രോസസ്സാണ്. കാരണം നമുക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യും, അത് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പെൻഡിങ് ആണോ കംപ്ലീറ്റഡ് ആണെന്ന് കാണിക്കും. സ്റ്റാറ്റസിൽ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ എത്ര USDT ആണ് നിങ്ങൾ അയച്ചിട്ടുണ്ട്, കംപ്ലീറ്റഡ് ആണെങ്കിൽ ഇൻസ്റ്റൻറ്റ് നിങ്ങളെ ട്രസ്റ്റ് വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. നിങ്ങൾ നേരത്തെ കണ്ട പോലെ അവിടെ ഞാൻ കണ്ടില്ല, ഒരു USDT അയച്ചപ്പം അവിടെ വന്നതുപോലെ നിങ്ങളുടെ വാലറ്റിലേക്ക് എമൗണ്ട് വരികയും ചെയ്യും. ഓക്കെ, ഇത് ഈ സിസ്റ്റമാണ് ഞാൻ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കുക, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വിഡ്രോവൽ നമുക്ക് നടത്താൻ കഴിയും. കാരണം താൽക്കാലികമാണിത്, ഇതൊരു ടെമ്പററി ആണ് സംഭവം. മനസ്സിലാക്കുക, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പഴയ സിസ്റ്റത്തിലേക്ക്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന P2P സിസ്റ്റം എന്ന് പറയുന്ന P2P സിസ്റ്റത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എത്തിച്ചേരാൻ കഴിയും. എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ കഴിയും എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് ഒരു കാര്യം ഞാൻ അനുമാനിക്കുന്നത്, നമുക്ക് P2P സർവീസിലൂടെ ഏത് രാജ്യത്തെ കറൻസിയും നമുക്ക് അവൈലബിൾ ആവാൻ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് എൻ്റെതായ ഒരു അനുമാനമാണ്, അറിയില്ല. നമ്മളൊരു P2P സർവീസ് നടത്തുമ്പോൾ ചിലപ്പം ഞാനിപ്പോൾ സൗദിയിൽ ഇരിക്കുകയാണ്, എനിക്ക് സൗദി റിയാലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൗദി റിയാൽ അവൈലബിൾ ആകാം മേ ബി. അതേപോലെ UAE-യിലാണെങ്കിൽ ദുബൈ ദിറംസ്, അല്ലെങ്കിൽ ബഹ്റൈനാണെങ്കിൽ ബഹ്റൈൻ ദിറംസ്, കുവൈറ്റ് ദിറംസ്, അല്ലെങ്കിൽ യൂറോപ്പിലാണെങ്കിൽ ആ കറൻസി എന്ന രീതിയിലാകാം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. P2P സർവീസ് പഴയ രീതിയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, രീതിയിലേക്ക് കമ്പനി കരുതുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഓക്കെ, സമയം ഒരുപാട് അധികരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് പഠിപ്പിച്ചു. അതേപോലെ ട്രസ്റ്റ് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്, അതേപോലെ ID ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ അപ്പെക്സ് എക്സ്ചേഞ്ചിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ട്രസ്റ്റിലോട്ട് കൊണ്ടുവരുന്ന സിസ്റ്റവും, അത് കോപ്പി ചെയ്യുന്ന സിസ്റ്റവും, അത് എങ്ങനെ വിഡ്രോ ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ഞാൻ കൃത്യതയോടുകൂടി പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് കരുതുന്നുണ്ട്. ഇനി ഞാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ പങ്കെടുത്ത എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നും, എല്ലാവരും കമ്പനിയുടെ കൂടെ എന്നും ഉണ്ടാകുമെന്നും, എല്ലാവരും കമ്പനിയുടെ കൂടെ കട്ടക്ക് നിന്ന് കമ്പനിയുടെ കൂടെ ബിസിനസ് ചെയ്ത് കമ്പനിയെ ഉയരുന്നതോടുകൂടി നമ്മുടേതായ എല്ലാ ഫിനാൻഷ്യൽ സ്വപ്നങ്ങളും നമ്മൾ ഏറ്റെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്കെല്ലാം ആഗ്രഹങ്ങളുണ്ട്, നമ്മളെല്ലാം പ്രശ്നക്കാരായിരിക്കും, പല ക്രൈസിസിലൂടെ വരുന്നവരായിരിക്കും, പല എക്സ്പീരിയൻസും നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ ആ എക്സ്പീരിയൻസിലൂടെ എല്ലാം നമുക്ക് നല്ലൊരു പ്രൊജക്റ്റ്, നമ്മുടെ എല്ലാ സ്വപ്നങ്ങൾ പൂവണിയാൻ പറ്റുന്ന എല്ലാ പ്രൊജക്റ്റുകൾ നമ്മൾ സ്വപ്നങ്ങൾ പൂവണിയാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ട്. അതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. കാരണം നല്ലൊരു പ്രൊജക്റ്റാണ്. ഏറ്റെടുത്തവരെല്ലാവരും വിജയിക്കുകയും തന്നെ ചെയ്യും. കാരണം ഇതിനെ ഒരു എക്കണോമിക്കൽ കമ്മ്യൂണിറ്റി ആക്കി തീർക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ CEO സാറ് ഇതിനെ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാം, വരും കാലങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ ബിനാൻസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ എക്സ്ചേഞ്ചിലേക്ക് അപെക്സ് ടോക്കൺ ലിസ്റ്റ് ആവുന്നതും, അതിലൂടെ നമ്മളെല്ലാം വാങ്ങി വെച്ചിട്ടുള്ള ടോക്കണിൻ്റെ വാല്യൂ കൂടുന്നതും നമുക്കെല്ലാം സ്വപ്നം കാണാം. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും ഒരു സാമ്പത്തിക ഭദ്രതയിലേക്കും അപെക്സ് ടോക്കൺ എന്ന കമ്പനിയിലൂടെ നിറവേറ്റാൻ കഴിയട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.